ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം ഞാൻ പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേര് ലമാർ ബൈ കജാൽ. ഇതൊരു നീഷ് ഹൗസാണ്. ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് 2020-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുവാണെങ്കിൽ ഇത് ബേസിക്കലി ഒരു ഫ്രഷ് സ്വീറ്റ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ നോട്ട്സ് നോക്കുവാണെങ്കിൽ ടോപ്പിൽ ഒരു പൈനാപ്പിൾ ഗ്രീൻ ആപ്പിൾ നോട്ട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ മിഡിൽ വരുമ്പോൾ ഒരു ടർക്കിഷ് റോസ്, ബൾഗേറിയൻ റോസ്, പിന്നെ ജാസ്മിൻ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കൂടെ ഒരു കോമ്പിനേഷൻ ആകുമ്പോൾ തന്നെ ഭയങ്കര ഒരു അഡിക്റ്റീവ് സ്മെല്ല് വരും. പിന്നെ ഡ്രൈ ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു ആംബർ മസ്കി, പിന്നെ ഓക്മോസ് വരുന്നുണ്ട്. ഓക്മോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വരുന്ന ഫ്രാഗ്രൻസ് എല്ലാം നല്ല പ്രൊജക്ഷൻ, നല്ല ലോഞ്ചിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊരു ടെസ്റ്റ് സ്ട്രിപ്പിൽ സ്പ്രേ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ആപ്പൊന്നുമല്ല, പക്ഷെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നല്ല സ്മൂത്ത് അറ്റോമൈസർ. ഇത് ഭയങ്കര അഡിക്റ്റീവാണ്. മണപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മണത്തോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ ആ ഒരു സ്വീറ്റ് പൈനാപ്പിൾ പ്ലസ് റോസ്, എവിടേക്കോ ഒരു MFKയുടെ BR 540 അങ്ങനത്തെ ഒരു വൈബ്സ് വരുന്നുണ്ട്. അത് ഞാൻ വേറെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അത് എവിടേക്കോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോൺ ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് ഇതുവരെ സ്മെല്ല് ചെയ്തിട്ടില്ല. പക്ഷേ നോട്ട്സ് നോക്കിയപ്പോൾ ഒത്തിരി സിമിലറാണ്. മറ്റേ അൽ മുഖ്തലിഫ് നുസൂക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊരു യൂണിസെക്സ് ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇത് കുറച്ച് ഫെമിനിൻ സൈഡിലോട്ടാണ് പോകുന്നത്, കാരണം ആ സ്വീറ്റ് ഫ്ലോറൽസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമില്ല, ആണുങ്ങൾക്കും വെയർ ചെയ്യാം. സൂപ്പറാണ്. ഞാനിത് വർക്കിൽ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പോസിറ്റീവ് റെസ്പോൺസ്, നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല. ഒഫൻസീവ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, കാരണം ഇത് ഭയങ്കര അഡിക്റ്റീവാണ്. ഫ്രൂട്ട് ഫ്ലോറൽ, ആ പൈനാപ്പിളും റോസുമായിട്ട് വരുമ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. ബേസിക്കലി എന്തായാലും അങ്ങനെ വരത്തുള്ളൂ, കാരണം ഇതൊരു നീഷ് ഹൗസാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് മേടിക്കുക. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഇത് എപ്പോഴും കാണും. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പറയാനിപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും താങ്ക് യു.